ഈ വഖഫ് പ്രശ്നം മുനമ്പത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, അത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള സർക്കാരിന് മാത്രമായിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരള സർക്കാരിനെന്നല്ല, ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി 2024 എന്ന ബില്ലിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. കേന്ദ്ര സർക്കാരിനത് സാധിക്കും. അതേസമയം തന്നെ നമ്മൾ പൊതുസമൂഹം അറിയേണ്ട ഒരു കാര്യം, എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസത്തിൻ്റെ പ്രചരണത്തിനും മതത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി സ്ഥാവര ജംഗമ വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ 26ാമത്തെ അനുച്ഛേദത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഭരണഘടനയുടെ 25ാം അനുച്ഛേദം വിശ്വസിക്കാൻ, ആ വിശ്വാസം ജീവിക്കാൻ, വിശ്വസിക്കുന്നത് പ്രചരിപ്പിക്കാനുള്ള അവകാശമാണെങ്കിൽ അതിനാവശ്യമായ ഭൗതിക പശ്ചാത്തലം ഒരുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും 26ാം ആർട്ടിക്കിളിൽ ഉണ്ട്. അതുകൊണ്ട് വഖഫ് അതിൽ തന്നെ തെറ്റായ ഒരു കാര്യമാണെന്ന് പറയാനാവില്ല. വഖഫ് എപ്പോഴാണ് തെറ്റുന്നത്? അത് മനുഷ്യവിരുദ്ധ നിയമമായി മാറുമ്പോഴാണ്. സാധാരണക്കാരന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിയമമായിട്ട് മാറുമ്പോഴാണ്. അത് അധിനിവേശ നിയമമായിട്ട് പരിണമിക്കുമ്പോഴാണ്. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിനാണ് നിയന്ത്രണം ഉണ്ടാകേണ്ടത്. അത് നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സമുദായങ്ങൾ തമ്മിൽ കലഹിച്ച് പ്രശ്നപരിഹാരം സാധ്യമല്ല. വളരെ ശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള സർക്കാരുകൾക്ക് മാത്രമാണത് സാധ്യമായിട്ട് തീരുക. അതിനുതകുന്ന ചില ഭേദഗതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നു എന്ന് നോക്കിയാണ് അതിന് പിന്തുണ നൽകുകയോ അതിനെതിരെ പ്രതിഷേധമുയർത്തുകയോ ചെയ്യുന്നത്. വിഷയത്തിന്റെ മെരിറ്റ് നോക്കിയിട്ടല്ല. കേരളത്തിൽ 140 പേരും കൈപൊക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്ന നിയമം നടപ്പിലാകാതിരിക്കാൻ അതിനെതിരെയാണ് പ്രമേയം പാസാക്കിക്കൊണ്ട് അവര് നിലകൊണ്ടത്. ഒരുപക്ഷെ കേരളത്തില് വലിയ പ്രബലമായ ഒരു സമുദായവുമായി ബന്ധപ്പെട്ട വിഷയമാണിത് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ MLA-മാർക്ക് മറ്റെന്താണ് പോംവഴിയെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അവർക്ക് നിശബ്ദത പാലിക്കാം. നിശബ്ദത പോലും നിലപാടാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെയൊരു നിശബ്ദത പാലിച്ചിരുന്നുവെങ്കിൽ അവകാശം ലംഘിക്കപ്പെട്ടവരുടെ പക്ഷത്താണ് എന്ന് പിന്നീട് വ്യാഖ്യാനിക്കാനുള്ള അവസരമെങ്കിലും ഉണ്ടാകുമായിരുന്നു. ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. കോടതിയിൽ പോയിട്ട് പ്രയോജനം ഉണ്ടാവില്ല. ഉണ്ടാകേണ്ടത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ആധികാരികമായ അന്തിമമായ തീരുമാനമാണ്. അധിനിവേശത്തെ തടയുന്നതിന് സഹായകമായ 40ഓളം ഭേദഗതികളാണ് പുതിയ ബില്ലില് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപടി പാസ്സാകില്ല എന്ന് അവതരിപ്പിച്ചവർക്കും അറിയാം. എങ്കിലും നമ്മുടെ നാട്ടിൽ വിഭജനമുണ്ടാകാതെ, സാമുദായിക സൗഹാർദ്ദത്തിന് കോട്ടം തട്ടാതെ, ഭീതി കൂടാതെ സഹവർത്തിത്വത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഭരിക്കുന്നവരെ ഉണ്ടാക്കിയേ മതിയാവൂ. ആ നിലയിൽ സർക്കാരുകളുടെ
ഭാവാത്മകമായ ഏത് ഇടപെടലിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, എല്ലാവരും സ്വാഗതം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. സമുദായത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ക്രൈസ്തവ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ സമുദായത്തിനെതിരെ പല ആക്രമണങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ നിഷ്പക്ഷമായി നിൽക്കുകയാണ്. അതിന് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിന്റെ പിന്നിലുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്രൈസ്തവര് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? രാഷ്ട്രീയക്കാര് സത്യവും ധർമ്മവും മാത്രമല്ല നോക്കുന്നത്, അവര് ഭരണം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ ഭൂരിപക്ഷം വേണം. ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ പിന്താങ്ങുന്ന സമൂഹങ്ങൾക്കോ സമുദായങ്ങൾക്കോ വലിയ വോട്ട് ബലമുണ്ടാകണം. അവർ സ്വാഭാവികമായിട്ടും ആർക്കാണ് കൂടുതൽ വോട്ട് ആ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കും. ക്രൈസ്തവര് വോട്ട് കുറഞ്ഞവരല്ല, വോട്ട് ചെതറിച്ച് ചെറുതായവരാണ്. വലിപ്പം ഒന്നിച്ചു നിൽക്കുന്നതിലാണ്. വലിപ്പമുള്ളവര് പലതായി നിന്നാൽ വളരെ ചെറുതായി പോകും. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയ ഒരു പരിമിതിയും പോരായ്മയും അതാണ്. സ്വയം ആഗ്രഹിച്ചാലേ ഒന്നിക്കാനാവുകയുള്ളൂ. പുറം പ്രേരണയിൽ ഒന്നിക്കുകയെന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് സമുദായ ബോധത്തിൽ ഒരുമിച്ച് നിന്നാൽ ബലമുണ്ട് എന്ന് കരുതി ഒന്നിക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് സാധ്യമാകുമ്പോഴാണ് ക്രൈസ്തവ സമൂഹം ശക്തമാകുന്നത്. ശക്തരെ എതിർക്കാൻ സാധാരണ നിലയിൽ ആരും തയ്യാറാവില്ല. ശക്തി കുറയുന്നിടത്താണ് കടന്നുകയറ്റവും ആക്രമണവും ഉണ്ടാകുന്നത്.